ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയാണ് റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ സിനിമ കാണുന്നത് സെക്കൻഡ് ഷോക്ക്. ഞാൻ കാലത്ത് എനിക്ക് ഇപ്പോ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടാനായിട്ടാണ് ഞാൻ സിനിമ കണ്ട് അപ്പൻ റിവ്യൂ ഇടണമെന്ന് കരുതിയതാണ്. പക്ഷെ അപ്പോഴൊന്നും പറ്റിയില്ല, നല്ല ഉറക്കമുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു സിനിമ കണ്ട്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ, നിങ്ങളിപ്പോ തന്നെ പോവുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഏതെങ്കിലും നല്ല സൗണ്ടുള്ള തിയേറ്ററിൽ തന്നെയാണ്, BGM ഒക്കെ കിടലനാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഉണ്ണിമൂന്നിന്റെ പെർഫോമൻസ് ഒക്കെ പറയുകയാണെങ്കിൽ അറ്റ് ദ പീക്ക് എന്ന് തന്നെ പറയാം. ക്ലൈമാക്സ് സീനൊക്കെ വേറെ ലെവലാണ്, രോമാഞ്ചടിച്ചു. പെർഫോമൻസ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ട് ചില സീനിലൊക്കെ കണ്ണു നിറഞ്ഞു, ചിലപ്പോഴൊക്കെ കണ്ണു നിറയാണ്ട് സിനിമ കാണാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ ഇത് ഫുൾ ഇമോഷണൽ ചിത്രമൊന്നുമല്ല. ചിലതായിട്ടൊക്കെ മാസ് മീൻസ് ക്ലൈമാക്സ് സീനിലൊക്കെ ചെറുതായിട്ടൊരു മാസൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണണം. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ റോളാണ്. പിന്നെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ചുറ്റി പറ്റിയിട്ടാണ് ഫസ്റ്റ് ഹാഫിന്റെ സെക്കൻഡ് ഹാഫിന്റെ ഒക്കെ കഥ മെയിനായിട്ട് പോകുന്നത്. പിന്നെ മഹിമ നമ്പ്യാർക്കൊക്കെ ചെറിയ റോൾസ് ആണ്, പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ റോൾസ് ആണ്. എന്നാലും അവർക്ക് കിട്ടിയ റോൾസ് ഒക്കെ അവര് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സംഗീർ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെയധികം നൈസായിട്ട് തന്നെ ഈ ഒരു മ്യൂസിക്, അത് അദ്ദേഹത്തിന്റെ ബീജും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നമുക്ക് ലാഗ് അടിക്കാതെ പിടിച്ചിരുത്തുന്നതിന് മെയിൻ കാരണം ഇതിന്റെ മ്യൂസിക് ആണ്. ഇതിന്റെ ഒരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കൊക്കെ ട്രെയിലർ കേട്ടിട്ടുണ്ടാവും. ട്രാക്കൊക്കെ ബെസ്റ്റ് പൊളി. പിന്നെ ഇതിന്റെ ഡയറക്ടർ രഞ്ജിത് ശങ്കർ ആണ്. സ്ക്രിപ്റ്റും ബാക്കി ഡയറക്ഷൻ പരിപാടികളൊക്കെ രഞ്ജിത് ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ പുണ്യാളൻ അഗർബത്തീസ്, പിന്നെ അങ്ങനെ കുറെ അധികം സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു മോട്ടിവേഷണൽ ത്രില്ലർ പ്ലസ് അങ്ങനെ കുറെ അധികം ത്രില്ലർ ജോണേഴ്സിന്റെ ഒക്കെ ഒരു മിക്സ് ആണ് ഈ ഒരു സിനിമ എന്ന് പറയാം. മാത്രമല്ല ഇതിൽ ഒരു സൂപ്പർ നാച്ചുറൽ ടച്ചൊക്കെ ചെറുതായിട്ടൊന്നും കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ആ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന സൂപ്പർ ഹീറോ ശരിക്കും പവറുള്ള ആളൊന്നുമല്ല. ഇത് എന്താണ് സൂപ്പർ ഹീറോ എന്നുള്ളത് ഈ സിനിമയിലൂടെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നുണ്ട്. അതാണ് ഈ ഒരു ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ. വലുതായിട്ടുള്ള സൂപ്പർ ഹീറോ പരിപാടികളൊന്നും വീശി പോയത്. ഇത് ഒരു സാധാ ഒരു ഹീറോ, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക. ക്ലൈമാക്സിലത്തെ സീനൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടാൽ എന്താണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം സ്പോയിലർ ആക്കാതെ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആണെന്നിരിക്കും.